ഹലോ, വെൽക്കം ടു CMS ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ എക്സലിൻ്റെ പുതിയൊരു ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് ഇപ്പോൾ 2003 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇയർ എന്ന് പറയുന്നത് 2026 ആണല്ലോ. അതിൽ നിന്ന് മൈനസ് ചെയ്ത് അങ്ങനെ ഓരോന്ന് ചെയ്യുക പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് അല്ലേ. ഇപ്പോൾ കുറേ ഡാറ്റാസൊക്കെ ഉണ്ടാവുമ്പോൾ രജിസ്ട്രേഷനിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡാറ്റാസൊക്കെ ഉണ്ടാവുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ഇതിപ്പോൾ ഒരു 10 ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കുക. പക്ഷെ കുറേ ഡാറ്റാസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ട്രിക്സാണ് പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെ വെച്ചാൽ ഇവിടെ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിക്കാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഏജ് 22 ആകും. പിന്നെ 2026 നമ്മൾ 1996 മൈനസ് ചെയ്യുമ്പോൾ 28 കിട്ടും. പിന്നെ 34 കിട്ടും. അങ്ങനെ ചെയ്യണം, എഴുതണം വേണ്ടേ. അപ്പോൾ അത് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഈസിയസ്റ്റ് മെത്തേഡ് എങ്ങനെയെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഈക്വൽ ടു ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഈക്വൽ ടു എന്ന് കൊടുക്കുക. അതിനുശേഷം ഇൻറ്റ് എന്ന് കൊടുക്കുക. ഇൻറ്റിജറിൽ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റ് എന്ന് കൊടുക്കണം. ഇൻറ്റ് എന്ന് നിൽക്കുമ്പോൾ അതിന്മേൽ സെലക്ട് ചെയ്തിട്ട് പിന്നെ ടുഡേ എന്ന് കൊടുക്കുക. ടുഡേ പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് വരും. ഓക്കെ, ടുഡേ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് മൈനസ് ഇവിടെ കണ്ടോ ഏത് ഡേറ്റ് ഓഫ് ബർത്താണ് വേണ്ടത്, ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സെല്ലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യം വരും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് E4 ആണ് അല്ലേ. അപ്പോൾ E4 എന്ന് വന്നോ, മൈനസ് E4 എന്നിട്ട് ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, അത് മറക്കരുത് കേട്ടോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ എറർ വരും. എന്നിട്ട് ഡിവൈഡഡ് ബൈ 365.25 എന്ന് കൊടുക്കുക. നമുക്ക് ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ടാവും? 365.25 ഡേയ്സാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. ഓക്കെ, എന്നിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഇവിടെയുള്ള എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏജ് കിട്ടും. ഓക്കെ, 22 കറക്റ്റ് കിട്ടി. എന്നിട്ടത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് എല്ലായിടത്തും ഏജ് വരും. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.